എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് ചോദിച്ച് മടുത്തൊരു വീഡിയോ ആണ്. കുറച്ച് നാൾ മുമ്പ് ഒരു മാസം മുമ്പ് എന്തോ നമ്മളൊരു ഗിവ് എവേ സ്മിറ്റൻ പ്രൊഡക്ട്സ് 3000 രൂപയ്ക്ക് അടുത്ത് വരുന്ന സ്മിറ്റൻ പ്രൊഡക്ട്സിന്റെ ഒരു ഗിവ് എവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായത്. കുറേ പേര് അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. 2 ആഴ്ചക്കുള്ളിൽ നമ്മളതിൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഇപ്പോഴാണ് ഞാൻ പൊങ്ങുന്നത്. സോ ആദ്യമേ തന്നെ എല്ലാവരോടും സോറി പറയാം കേട്ടോ. കുറേ പ്രശ്നങ്ങളൊക്കെ കാരണം മീൻസ് എനിക്ക് എക്സാംസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു പനിയൊക്കെ പിടിച്ച് ആകെ അലങ്കോലമായിട്ട് അങ്ങനെ കുറേ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോയി. ഇപ്പോൾ ഒരു മാസത്തോളമായി. സോ എല്ലാവരോടും ആദ്യമേ തന്നെ സോറി പറയാം കേട്ടോ. കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗിവ് എവേ വിന്നറിനെ അനൗൺസ് ചെയ്തോ, എന്നാണ് അനൗൺസ് ചെയ്യുന്നത്, അതിൻ്റെ അപ്ഡേഷൻ തരാനൊക്കെ പറഞ്ഞ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ആ ഒരു ഗിവ് എവേ വിന്നറിനെ അനൗൺസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3000 രൂപയ്ക്ക് അടുത്ത് വരുന്ന സ്മിറ്റനിൽ നിന്നുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഗിവ് എവേ ആയിട്ട് വെച്ചിട്ടുണ്ടായത്. കുറേ പേര് അതിൻ്റെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ക്രൈറ്റീരിയാസ് അഥവാ റൂൾസ് എന്ന് പറയുന്നത് കുഞ്ഞു കാര്യങ്ങളായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ 2 ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ് ഉണ്ട്. ഒരെണ്ണം എൻ്റെ മെയിൻ അക്കൗണ്ടും ഒരെണ്ണം എൻ്റെ ബാക്കപ്പ് അക്കൗണ്ട് പോലെ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ മാത്രം അപ്ലോഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടുമാണ്. അത് രണ്ടും ഫോളോ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. ഈ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെയും ഫോളോ ചെയ്തതിൻ്റെയും സ്ക്രീൻഷോട്ട് എൻ്റെ മെയിൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് അയച്ചു തരാം. ഇതായിരുന്നു ഫസ്റ്റത്തെ റൂളായിട്ട് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിടാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് രണ്ടുമായിരുന്നു നമ്മൾ ഗിവ് എവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായ റൂൾസ്. കുറേ പേര് ഇത് നല്ല രീതിയിൽ ചെയ്തു, എല്ലാ റൂൾസും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. പക്ഷേ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ പേര് കമൻറ്റ് ബോക്സിൽ ഒരു 100-ലധികം കമൻറ്റ്സ് അവരുടെ പേര് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് വന്നിട്ടുള്ള സ്ക്രീൻഷോട്ടിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് അതിനേക്കാൾ ഭയങ്കര കുറവാണ്. അപ്പോൾ എല്ലാ റൂൾസും കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുള്ളവരുടെ പേര് മാത്രമാണ് ഞാൻ ഇപ്പോൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇടുന്നുള്ളൂ. ബിക്കോസ് ഒരു ഗിവ് എവേ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ റൂൾസും നമ്മൾ ഫോളോ ചെയ്യണമല്ലോ. കുറച്ച് ഫോളോ ചെയ്തു, കുറച്ച് ഫോളോ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്ത ഒരു മണ്ടന്മാരായി പോയില്ലേ. സോ കറക്റ്റായിട്ട് എല്ലാ റൂൾസും ഫോളോ ചെയ്ത ഒരു 35 പേരാണുള്ളത്. അവരുടെ പേര് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇൻസ്റ്റഗ്രാം ഇല്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ ഇൻസ്റ്റഗ്രാം ഇല്ല എന്ന് പറഞ്ഞ ഒരു 2-3 പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അവരുടെ പേരും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഗിവ് എവേ മെയിനായിട്ട് ഈ ഇൻസ്റ്റഗ്രാമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിവ് എവേയിൽ നമ്മളൊരു വിന്നറിനെ കിട്ടും. എന്നിട്ട് അത് കൊറിയറായിട്ട് നമുക്ക് പ്രൊഡക്ട്സ് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻസ്റ്റഗ്രാമായിട്ട് ഈ ഒരു ഗിവ് എവേ കണക്ട് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. സോ ഇൻസ്റ്റഗ്രാം ഇല്ലാത്ത ആരുടെയെങ്കിലും പേരാണ് ഗിവ് എവേയിൽ നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവർ മെയിൽ വഴി എനിക്ക് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊറിയർ ചെയ്യാം കേട്ടോ. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ 35 പേരുടെ പേരും പേപ്പറിൽ എഴുതിയിട്ടാണ് കേട്ടോ ലോട്ടിടാന്ന് വിചാരിച്ച്. ആദ്യം ഞാൻ വിചാരിച്ചു മറ്റേ ഒരു ആപ്പ് ഉണ്ടല്ലോ, കമൻറ്റ് പിക്കർ എന്നാണോ അങ്ങനെ എന്തോ ഒരു പേരാണല്ലോ, ഞാൻ ആവശ്യമുള്ള സമയത്ത് മറന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആപ്പ് വെച്ചിട്ട് ഇതുപോലെ കമൻറ്റ് പിക്ക് ചെയ്ത് എടുക്കാമെന്നുള്ളൊരിതായിരുന്നു. പക്ഷേ ഇതുപോലെ കുറച്ച് പേര് കമൻറ്റിൽ പേര് എഴുതിയിട്ടുണ്ട്, പക്ഷേ സ്ക്രീൻഷോട്ട് അയച്ചിട്ടില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ 35 പേരുടെ പേരും പേപ്പറിൽ എഴുതി ലോട്ടായിട്ട് ഇടാന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഗിവ് എവേയിൽ ഞാൻ കൊടുക്കുന്ന 3000 രൂപയ്ക്ക് അടുത്ത് വരുന്ന പ്രൊഡക്ട്സ് ആണ് ഞാൻ ഗിവ് എവേ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രൊഡക്ട്സ് കാണിക്കണോ വേണ്ടേ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കാണിച്ചേക്കാം, 3000 രൂപയ്ക്ക് അടുത്ത് വരുന്ന പ്രൊഡക്ട്സ് ഉണ്ടോ എന്ന് നിങ്ങൾക്കും അറിയണമല്ലോ. സോ ആ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമേ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോട്ട് ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഗിവ് എവേയിൽ കൊടുക്കാൻ വെച്ചിട്ടുള്ള സ്മിറ്റൺ ബോക്സ്. ഇത് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള എല്ലാ പ്രൊഡക്ട്സും പുതിയ പ്രൊഡക്ട്സ് ആണോ, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നുമല്ല. ഇതിന്റെ പാക്കിംഗ് പോലും പൊട്ടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഈ ഒരു ഹെഡ് മസാജർ ആണ്. 500 റുപ്പീസ് ആണ് ഇതിന്റെ ആക്ച്വൽ റേറ്റ് വരുന്നത്. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് കാണാനായിട്ട് പറ്റും കേട്ടോ. അടുത്തത് വോവിന്റെ ഒരു വിറ്റാമിൻ സി ഫേസ് ക്രീം ആണ്. ഇതിന്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 99 റുപ്പീസ് ആണ് കേട്ടോ. പിന്നെ പ്ലമ്മിന്റെ ഒരു ഫേസ് മോയിസ്ചറൈസർ വരുന്നുണ്ട്, 190 റുപ്പീസ് ആണോ ഇതിന്റെ റേറ്റ് വരുന്നത്. അടുത്തത് എം കഫേന്റെ കോഫി ഫേസ് വാഷ് ആണ്, 20 ml ഒരു പാക്ക് ആണ്, 100 റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ജസ്റ്റ് ഹെർബ്സിന്റെ 16 ഷെയ്ഡ്സ് വരുന്ന മൈക്രോ മിനി ലിപ്സ്റ്റിക് കിറ്റ് ആണ്. ഇതിന്റെ ഷെയ്ഡ്സ് ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടു നോക്കാം. അതിൻ്റെ അകത്ത് നമ്മൾ ഷെയ്ഡ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. 575 റുപ്പീസ് ആണ് ഇതിന്റെ ആക്ച്വൽ റേറ്റ് വരുന്നത്. അടുത്തത് ഒരു ചാർക്കോൾ ഫേസ് വാഷ് ആണ്, 30 ml ഒരു ഫേസ് വാഷ് ആണ്.
184 ആണ് ഇതിന്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തതൊരു ആലോവേര ഷീറ്റ് മാസ്ക് ആണ്. 99 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ ബെല്ലാവിറ്റ ഓർഗാനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സീഗ്ലോ ഫേസ് ക്രീം ആണ്. 100 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തത് പോമോഗ്ലോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ വിറ്റാമിൻ സി ആൻഡ് പോമോഗ്രാനൈറ്റ് ബ്ലാസ്റ്റ് ജെല്ലാണ്. 200 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തത് റിവോണ നാച്ചുറൽസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബീറ്റ്റൂട്ട് ലിപ് ബാം ആണ്. 5 ഗ്രാം വരുന്ന ഈ ഒരു പാക്കിന് 100 ആണ് ആക്ച്വൽ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തത് എം കഫേന്റെ കോഫി മോയ്സ്ചറൈസർ ആണ്. 8 ml വരുന്ന ഒരു കുഞ്ഞു പാക്കാണ് കേട്ടോ ഇത്. ഇതിന്റെ റേറ്റ് വരുന്നത് 100 ആണ്. അടുത്തത് ഇൻവുഡ് ഓർഗാനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ആലോവേര ജെല്ലാണ്. 20 ml ആണ് കേട്ടോ ഈ ഒരു പാക്ക് വരുന്നത്. 150 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഞാൻ ഈ ഓരോ പ്രൊഡക്ട്സിന്റെയും റേറ്റ് ഇങ്ങനെ വെറുതെ പറഞ്ഞു പോവാണ് കേട്ടോ. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയിട്ട് 3000 ഉണ്ടോ എന്നൊക്കെ നോക്കിക്കോട്ടോ. ഓക്കെ, അടുത്തത് ഒരു റെക്റ്റിനോൾ സിറം ആണ്. റെക്റ്റിനോൾ സിറംസ് ഒക്കെ നമുക്ക് ഫേസിൽ ഉണ്ടാകുന്ന വ്രിങ്കിൾസും അങ്ങനത്തെ സ്ട്രെച്ച് മാർക്സ് ഒക്കെ പോകാനായിട്ട് നല്ലതാണ്. 350 ആണ് അതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തത് 8 ml ഒരു പോക്കറ്റ് പെർഫ്യൂം ആണ്. 250 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് ലൂമിയർ എന്ന് പറയുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. നല്ലൊരു ലക്ഷറി കൈൻഡ് ഓഫ് സ്മെല്ലാണ്. നല്ലതാണ്. എനിക്ക് സ്മിത്തണിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ പോക്കറ്റ് പെർഫ്യൂംസ് ആണ്. സോ ഇത്രയും പ്രൊഡക്ട്സ് ആയിരുന്നു നമുക്ക് ഗിവ് എവേയുടെ ഈ ഒരു ബോക്സിൽ ഉണ്ടായത് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്ട്സ് ഒക്കെ ആർക്കാണ് കിട്ടാന്ന് എനിക്ക് അറിയത്തില്ല. മീൻസ് ഓയിലി സ്കിൻ ഉള്ളവരാണോ ഡ്രൈ സ്കിൻ ഉള്ളവരാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. സോ ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഓയിലി സ്കിന്നിന് പറ്റുന്ന പ്രൊഡക്ട്സ് ഉണ്ട്, ഡ്രൈ സ്കിന്നിന് പറ്റുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. സോ കിട്ടുന്നവരാരായാലും ആ പാക്കിൽ ഏത് സ്കിൻ ടൈപ്പിന് പറ്റിയ പ്രൊഡക്ട്സ് ആണ് എഴുതിയിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഗിവ് അവേ ബോക്സ് ആർക്കാണ് കിട്ടാതെ നമ്മൾ നോക്കാൻ പോവാണ് കേട്ടോ. സോ നമ്മൾ 35 പേരുടെ പേര് ഇതുപോലെ പേപ്പറിൽ എഴുതിയിട്ട് ലോട്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കണ്ണടച്ച് ഇതിൽ നിന്നൊരു പേര് സെലക്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊരു പേര് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗിവ് അവേ വിന്നർ എന്ന് പറയുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ആരാന്ന്. 3, 2, 1 ആൻഡ് ഗോ. അപ്പോ നമ്മുടെ ഗിവ് അവേ വിന്നറിന്റെ പേര് രഞ്ജിമ എന്നാണ്. സോ രഞ്ജിമ, കൺഗ്രാറ്റ്സ്. ഈ 35 പേരിൽ രഞ്ജിമയ്ക്കാണ് നമ്മുടെ പ്രൈസ് അടിച്ചിട്ടുള്ളത്. ഞാനത് ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം കേട്ടോ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്. സോ നമുക്ക് നമ്മുടെ ഗിവ് അവേ വിന്നറിനെ കിട്ടിയിട്ടുണ്ട്. രഞ്ജിമ എന്നാണ് ഈ കുട്ടിയുടെ പേര്. കുട്ടിയാണോ ചേച്ചിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ ഇയാൾക്കാണ് നമ്മുടെ പ്രൈസ് അടിച്ചിട്ടുള്ളത്. ഞാൻ സൈഡിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൊടുത്തേക്കാം കേട്ടോ. എനിക്ക് പേഴ്സണലി കോൺടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും മെസ്സേജ് ചെയ്യാം. ഞാനപ്പോൾ കൊറിയർ അയക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ പ്രൈസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് എത്തിക്കഴിയുമ്പോൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ടൊന്ന് പറയുകയോ ചെയ്യാം കേട്ടോ. കിട്ടിയോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. ഓക്കെ, പിന്നെ അപ്പോൾ രഞ്ജിമയ്ക്ക് കൺഗ്രാറ്റ്സ്. പിന്നെ കിട്ടാതെ പോയ ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോയിട്ട് കിട്ടാതെ പോയിട്ടുള്ള ആരും വിഷമിക്കേണ്ട. ഇനിയും നമുക്ക് കുറെ ഗിവ് അവേസ് ആയിട്ട് നടത്താം. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ബിരിയാണി കിട്ടും. ഈ തവണ ബിരിയാണി കിട്ടിയിട്ടുള്ളത് ഇയാൾക്കാണ്. അപ്പോൾ ആരും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇനിയും ഗിവ് അവേസ് വരും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗിവ് അവേ ഫസ്റ്റത്തെ ഗിവ് അവേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.